നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ചാത്തമംഗലം പഞ്ചായത്തിലെ 5-ാം വാർഡ് കെട്ടാങ്ങലിലാണ്. വോട്ടർമാരെ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വോട്ടർമാരുള്ള വാർഡ് കൂടിയാണ്. 806 പുരുഷന്മാരും 885 സ്ത്രീകളുമടക്കം ആകെ വോട്ടർമാർ 1691. പരമ്പരാഗതമായി മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ഈ വാർഡിൽ മികച്ച സ്ഥാനാർത്ഥികളായതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം. സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ചാത്തമംഗലം പഞ്ചായത്ത് 5-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഹക്കീം മാസ്റ്റർക്കൊപ്പമാണ് ഞങ്ങളുള്ളത്. അദ്ദേഹം നിങ്ങളോട് പരിചയപ്പെടും. ഞാൻ PK അബ്ദുൽ ഹക്കീം മാസ്റ്ററാണ്. നമ്മുടെ കള്ളന്തോട് 5-ാം വാർഡിൽ പരതപ്പയിൽ പ്രദേശത്താണ് താമസിക്കുന്നത്. എന്നും ഈ പ്രദേശത്ത് എപ്പോഴും ഈ ഏരിയയിൽ കൂടി ഉണ്ടാവുന്ന ഒരാളാണ്. കൂടുതൽ വോട്ടർമാർ ഏകദേശം കൃത്യമായിട്ട് 1691 വോട്ടർമാരുണ്ട്. ഒരു 500-ൽ താഴെ വീടുകളുണ്ട്. ഏതെല്ലാം മേഖലയിൽ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്? ഞാൻ ചെറുപ്പകാലം തൊട്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ MSF യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കൗൺസിലറായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. നിയോജകമണ്ഡലം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ഈ പദമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നിലവിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ സബ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. പന്നിക്കോട് AUP സ്കൂളിലെ അറബി അധ്യാപകനുമാണ്. അപ്പോൾ നമുക്കറിയാം, ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലാണ് നടക്കുന്നത്. കൈറ്റ് വിക്ടേഴ്സിലൂടെയാണ് വിദ്യാർത്ഥികൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്. ഈ വാർഡിൽ എല്ലാ വീടുകളിലും നെറ്റ്വർക്ക് സൗകര്യവും ഫോൺ സൗകര്യമൊക്കെ ഉണ്ടോ? കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ മെമ്പറെയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ വാർഡിലെ മുഴുവൻ വീടുകളിലും നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഒരുവിധ എല്ലാ വീടുകളിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. സൗകര്യങ്ങളില്ലാത്ത കുറഞ്ഞ വീടുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ അതിനനുകൂലമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 100% തന്നെ എന്ന് പറയാം. നമ്മുടെ വാർഡിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാലങ്ങളായി UDFിനോട് ചായ്ഞ്ഞു നിൽക്കുന്ന ഒരു വാർഡാണ് കെട്ടാങ്ങൽ വാർഡ്. എന്തെല്ലാം വികസന നേട്ടങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ഇവിടെ വികസനം എന്ന് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം നല്ല വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞ നുസ്രത്ത് മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പൊതുവായിട്ട് തന്നെ ഏകദേശം 1,10,00,000 രൂപയുടെ വികസനം ഈ വാർഡിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് കൂട്ടമായിട്ട് നാട്ടുകാരുടെ ശ്രമഫലങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇത് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവല്ല. കൃത്യമായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇത് നമ്മൾ ഇവിടെ ലഘുലേഖ തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ലഘുലേഖയായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ ഈ വാർഡിലെ എല്ലാ ആളുകൾക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സുപരിചിതനാണ്. കാരണം ഏത് സമയത്തും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി ലെവലിലായിരുന്നാലും അതുപോലെ തന്നെ മെമ്പറുടെ കൂടെയായിരുന്നാലും ഈ വാർഡ് വികസന സമിതിയുടെ 10 വർഷത്തോളമായി ഈ വാർഡിലെ വികസന സമിതിയുടെ കൺവീനറാണ് ഞാൻ. അടിസ്ഥാന മേഖലയിൽ എല്ലാം പരിപൂർണമായിട്ട് വികസനം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനിയും ഈ വാർഡ് നേരിടുന്ന പ്രശ്നങ്ങൾ വല്ലതും? ഇപ്പോൾ പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലുള്ള ഒരൊറ്റ റോഡ് പോലും ഇനി കോൺക്രീറ്റോ ടാറിങ്ങോ ചെയ്യാത്തതില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഈ വാർഡിലെ കുറഞ്ഞ റോഡുകളുണ്ട്, അത് ആസ്തിയിൽ കൊടുത്തിട്ടില്ല. ആസ്തിയിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം നമ്മൾ ചെലുത്തും. കൃത്യമായിട്ട് വരുന്ന 5 വർഷക്കാലം കൊണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ ഈ വാർഡിൽ ഒരൊറ്റ പൊതു റോഡുകളോ അതല്ലെങ്കിൽ ഇടവഴികളൊക്കെ ഇനി ഞങ്ങൾ കൂടുതൽ ഇടവഴികളിലേക്ക് പോവാണ്. ഇടവഴികൾ കൃത്യമായിട്ട് സഞ്ചാരയോഗ്യമാക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ പോവാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ യുവാക്കളുടെ ഒരു ആവശ്യമാണ് ഇവിടെ ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കുക. എല്ലാ വാർഡുകളിലും ഉള്ളൊരു അഭിപ്രായമാണ് ഗ്രൗണ്ട് എന്നുള്ളത്.
അത് പിന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MP, MLA, അതുപോലെ തന്നെ രാജ്യസഭാ അംഗങ്ങൾ ഇവരെയൊക്കെ നേരിൽ കണ്ടിട്ട് ഏതെങ്കിലും വിധേന ഇവിടെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ വാർഡിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗ്രൗണ്ട് കൊണ്ടുവരണം എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കള്ളന്തോട് അങ്ങാടിയിൽ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അത് നവീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം ഏകദേശമൊക്കെ പിന്നെ വാട്ടർ അതോറിറ്റീൻ്റെ എല്ലാ കണക്ഷനുകളും ഇവിടുത്തെ ഒരുവിധം എല്ലാ വീടുകളിലുണ്ട്. ഇനി ഏതെങ്കിലും മേഖലയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കുടിവെള്ളം, പരിപൂർണ കുടിവെള്ളം. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും സമ്പൂർണ്ണമായിട്ട് പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ പാർട്ടി ലെവലിൽ തന്നെ ഒരു കണക്കെടുത്തിട്ട് എല്ലാ വീടുകളും ചെന്ന് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് പെൻഷന് കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരുടെ അപേക്ഷ പൂരിപ്പിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവരും പെൻഷൻ വാങ്ങുന്നുണ്ട്. ആ ഒരു സംഗതിയാണ് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയുക. കാരണം ഓരോരോ വല്യമ്മമാരുടെയും വല്യപ്പന്മാരുടെയും അതുപോലെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ സന്തോഷം കാണുമ്പോൾ അത് വലിയ, നമുക്കൊക്കെ ഒരു രോഗം പോലും വരാത്ത ഒരു പക്ഷേ അവരുടെ ഒരു പ്രാർത്ഥനയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി LDFന്റെ ഭരണമാണ് പഞ്ചായത്തിൽ. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ പ്രാവശ്യം UDF തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ? ഒരു പ്രത്യാശക്ക് ഇടയില്ല. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം LDFന്റെ ഭരണം കൃത്യമായിട്ട് പറയുമ്പോൾ ഒരു എന്താ പറയുക, കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് വളരെ കൃത്യമായി എടുത്തു പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മളെ ഈ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവരെയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പുതിയ പ്രൊജക്റ്റുകൾ, ഇപ്പം തന്നെ ഞങ്ങൾ വിവരാവകാശം വെച്ച് കൊടുത്ത അതിൽ നൂതന പദ്ധതികൾ എന്ന് പറയുന്ന ഒരു പദ്ധതി പോലും നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മേഖലയിൽ കൂടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് കള്ളന്തോട് കൂളിമാട് റോഡ്. അത് കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളുടെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് ഇത്രമാത്രം അത് മോശമായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 100% പദ്ധതി ചിലവഴിക്കേണ്ടതിന് പകരം തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ അത് ചിലവഴിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് 59.82% ഫണ്ട് മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ബാക്കിയുള്ള 40%-ലധികം ഫണ്ട് ലാപ്സായി പോയിട്ടുണ്ട്. UDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അധികാരത്തിൽ വരുന്ന ആ സമയം വരെ UDF എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും അതുപോലെ എല്ലാ മതസംഘടനകളെയും എല്ലാവരെയും ഈ നാട്ടിലുള്ള മുഴുവൻ വികസനത്തിനോട് താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ചിരുത്തി ഒരു മേശക്ക് ചുറ്റിയിരുത്തി എന്തൊക്കെ വികസനം ഈ പഞ്ചായത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് അത് രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു വികസനപരമായിട്ടുള്ള നേതൃത്വമായിരിക്കും UDFന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുണ്ടാവുക. പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കെട്ടാങ്ങൽ UDF സാരഥി. എല്ലാവിധ കടപ്പാടുകളും അറിയിക്കും. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളോട് കൂടെയുള്ളത് ചാത്തമംഗലം പഞ്ചായത്ത് 5-ാം വാർഡ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടിയാണ്. അദ്ദേഹം നിങ്ങളോട് പരിചയപ്പെടും. ഞാൻ P. ചാത്തുക്കുട്ടി, അഡ്വക്കേറ്റ്. ഒരു 19 വർഷത്തിൻ്റെ പിന്നിട്ട പൊതുപ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതെല്ലാം മേഖലയിൽ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്? വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അന്നത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് ജാഥ വിളിക്കാനും കത്ത് കൊടുക്കാനൊക്കെ പോയി തുടങ്ങിയ ആ പ്രവർത്തനം ഇതുവരെ തുടരുന്നുണ്ട്. പിന്നെ ഈ സാംസ്കാരിക രംഗത്ത് ലൈബ്രറി, പിന്നെ എല്ലാ സാമൂഹിക രംഗത്തും അപ്പുറം വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം ഊന്നൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്? വളരെയധികം സാധിച്ചിട്ടുണ്ട്. ഞാൻ വക്കീലായതിനു ശേഷം പിന്നെ എൻ്റെ തന്നെ പങ്കാളിത്തത്തോടു കൂടി ഉണ്ടാക്കിയൊരു സ്ഥാപനമുണ്ട് എരിമലയിൽ. അതിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി കുട്ടികൾക്കൊക്കെ സൗജന്യമായി ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനുള്ള പ്രത്യേക കാരണമുണ്ട്. പലരും വ്യാകരണം പഠിക്കുന്നില്ല. അതുകൊണ്ട് പരമ അബദ്ധമാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ സ്ഥിതി അതങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ദേവരി കോളേജിൽ ചെന്നപ്പം ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട്
അഥവാ പറഞ്ഞാലും കറക്റ്റാണെന്ന് ബോധ്യമില്ലാത്തൊരു നിലവാരത്തിലാണെന്ന് പോയത്. സ്വയം പഠിച്ചാ ലൈബ്രറിയിൽ നിന്ന് ഗ്രാമർ പുസ്തകമൊക്കെ എടുത്തിട്ട് പഠിച്ചാൽ, അതുകൊണ്ട് അതിൻ്റെ ചില ടെക്നിക്സ് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. മാത്രമല്ല, വായനശാലയിൽ മാത്രമല്ല, നായരൂർ സ്കൂളിൽ അധികൃതരുടെ സമ്മതത്തോടു കൂടി സ്കൂളിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടും കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, എട്ടാങ്ങൽ വാർഡ് പലപ്പോഴും UDF ചായഞ്ഞു നിൽക്കുന്ന ഒരു വാർഡാണ്. അതെ. എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട്? എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞാൻ അവിടെ മുസ്ലിങ്ങൾക്ക് അന്യനല്ല. ഞാൻ പിന്നെ മതപരമായി ഒരു മുസൽമാനല്ലെങ്കിലും എന്നും ആ സമുദായത്തിനെതിരെ വന്ന നുണപ്രചരണങ്ങളെ ലീഗ് നേതാക്കന്മാർ പ്രതിരോധിച്ചതിനേക്കാൾ പ്രതിരോധിച്ചു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ വാർഡ് UDF ചായഞ്ഞു നിൽക്കുന്ന ഒരു ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ കണക്കാണ്. ഞാൻ അവിടെ മനുഷ്യരെയാണ് കാണുന്നത്. മനുഷ്യർ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അത് എനിക്കൊരു ഏരിയ വർക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടാലും എനിക്ക് സൗകര്യമാണ്. ഇനി പരാജയപ്പെട്ടു, ഞാൻ വോട്ടർമാരോട് പറയുന്നത്, നിങ്ങൾ എന്നെ കൈവിട്ടാലും ഞാൻ നിങ്ങളെ കൈവിടില്ല. എന്തായാലും വികസന പോരായ്മകൾ എന്തെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്? ആ വാർഡിനെ കേന്ദ്രീകരിച്ച് വികസന പോരായ്മകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആ വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു മെമ്പറുടെ മാത്രം കഴിവുകേടോ അല്ല. എന്താ വെച്ചാൽ, പഞ്ചായത്തിലേക്ക് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ വാർഡാക്കി തിരിച്ചത് തിരഞ്ഞെടുപ്പിനുള്ള സൗകര്യത്തിനാണ്. അല്ലാതെ ആ മെമ്പറുടെ ഒരു സ്വന്തം സാമ്രാജ്യമായിട്ട് ആ സ്ഥലം കൊണ്ടു നടക്കുന്നതിലല്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ പൊതുവികസനം, പൊതു താല്പര്യം, അതിൽ നമ്മുടെ വാർഡിലെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം അതാണ് കൂടുതൽ അറിയാം നമുക്ക്. അതിൻ്റെ ഭൂമിശാസ്ത്രവും പിന്നെ ജനങ്ങളെയും കൂടുതൽ അറിയുന്നതുകൊണ്ട് അവിടുത്തെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഞാൻ 95 പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അന്ന് ഞാൻ വരുന്ന സമയത്ത് പഞ്ചായത്തിന് കിട്ടുന്ന കാര്യമായ സംഖ്യ എന്ന് പറയുന്നത് ഈ JRY ഫണ്ടാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചൂരൂരിലേക്ക് എത്തുന്ന റോഡുണ്ടല്ലോ, സങ്കേതത്തുനിന്ന്, ആ റോഡിന് അന്ന് റോഡായില്ല, സ്ഥലം കിട്ടിയിട്ടില്ല. ആ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ വാർഡിലേക്ക് ഒരു വർഷത്തേക്ക് ഒരു ഫണ്ടും വേണ്ടെന്ന് പറഞ്ഞാളാണ്. കാരണം പഞ്ചായത്തിനെ സമഗ്രമായി കാണണം. ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഒക്കെ തന്നെ പഞ്ചായത്തിനെ സമഗ്രമായി കാണണം. എൻ്റെ ഒരു സമീപനം അതാണ്. വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് വേണ്ടിയുള്ള ഞാൻ ആദ്യം പറയാം. ഒന്ന്, മിക്ക പഞ്ചായത്തുകളിലും ഭരണസമിതി ഉണ്ടെങ്കിൽ പോലും അതിനൊരു നോക്കുകുത്തിയാക്കി ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അത് പണ്ട് ഞാൻ പഞ്ചായത്തിലുണ്ടായ സമയത്തുണ്ട്, ഞാൻ ഒതുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കെട്ടാങ്ങലെ വ്യാപാരി വ്യവസായി വിഭാഗത്തിനോട് ചോദിച്ചാൽ അറിയാം. കാരണം പ്രൊഫഷൻ ടാക്സ് നടപ്പിലാക്കുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ അംഗീകാരമില്ലാതെ ടാക്സ് പിരിക്കാൻ തുടങ്ങി. അതായത് ഗവൺമെൻറ് ഇതിൻ്റെ റൂളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരമാവധി നിരക്കാണ്. ആ നിരക്ക് വാങ്ങണമെന്നില്ല. പഞ്ചായത്തിന് പൂർണ്ണമായ അധികാരമുണ്ട് അതിൻ്റെ താഴോട്ട് ഏത് നിരക്കും വാങ്ങാൻ. പക്ഷെ ഇന്ന് കേരളത്തിൽ മൊത്തം തന്നെ പല പഞ്ചായത്തുകളിലും വാങ്ങുന്നത് നിയമപരമായിട്ടല്ല. ഉദാഹരണം പറഞ്ഞിട്ട് വെച്ചാൽ കുന്നമംഗലം പഞ്ചായത്ത്, ഈ മാവൂരെന്താ സ്ഥിതി എനിക്കറിയില്ല. ഇത് ഉദ്യോഗസ്ഥന്മാർ ഈ സ്ലാബ് അങ്ങ് കണ്ടപാടെ അത് വെച്ച് പിരിക്കണം എന്നുള്ള നിലക്ക് വളരെ പാവപ്പെട്ട ആളുകൾ, അന്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 2000 രൂപയിൽ താഴെ പ്രതിമാസ വരുമാനമുള്ളവരെ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്താ. ഇവർ ചെയ്തെന്താ വെച്ചാൽ, അതിനു മുമ്പൊക്കെ 30 റുപ്യോ 50 റുപ്യോ ഒക്കെ ടാക്സ് കൊടുത്തിരുന്ന ആളുകളെ മുഴുവൻ 120 റുപ്യ 6 മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ കൊല്ലത്തേക്ക് 240 റുപ്യ നികുതി ചുമത്തി ഭരണസമിതി അംഗീകാരമല്ലാതെ. അതിൻ്റെ നടപടിക്രമം അവർക്കറിയില്ല. അത് വായിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. മലയാളത്തിൽ തന്നെ എൻ്റെ റൂളുണ്ട്. ഏതൊരു ടാക്സും പുതുതായി കൊണ്ടുവരുമ്പം ടാക്സേഷൻ ആൻഡ് അപ്പീൽ റൂൾസിന് വിധേയമായിട്ടാണ്. എന്ന് വെച്ചാൽ ഏത് പുതിയ ടാക്സും പിന്നെ ജനങ്ങളെ അറിയിക്കണം, ഇന്ന നിരക്ക് നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് വല്ല ആക്ഷേപവും പരാതി ഉണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിലൂടെ അറിയിക്കണം. അത് കാണിച്ച് പത്രപരസ്യം ചെയ്യണം. അതനുസരിച്ച് ആ ആക്ഷേപങ്ങളും പരാതികളും പരിഗണിച്ചതിന് ശേഷം പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കണം. നിർഭാഗ്യവശാൽ പല പഞ്ചായത്തിലും ആ തീരുമാനം എടുത്തിട്ടില്ല. ആരെങ്കിലും തൊഴിൽ നികുതി കൊടുക്കുന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ പോയിട്ടുണ്ട്, പഞ്ചായത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ചാത്തമംഗലം പഞ്ചായത്തിൽ അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും പൂർത്തിയാക്കിയിട്ടാണ് പിരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിച്ചിരുന്ന 3 ഉദ്യോഗസ്ഥന്മാരെ നിലവിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ പരിപൂർണമായിട്ടുള്ള സംതൃപ്തനാണോ? ഞാൻ ഇത് മുഴുവനാക്കിയാണ് പറഞ്ഞത്.
പഞ്ചായത്തിലേക്ക് ആർക്കും കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ കടിക്കുന്ന നായ്ക്കളെ പോലെ പെരുമാറിയിരുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഞാനും പ്രസിഡൻറ്റും തിരുവനന്തപുരം പോയി അന്നത്തെ പഞ്ചായത്ത് ഡയറക്ടറെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തി ട്രാൻസ്ഫർ ആക്കേണ്ട അദ്ദേഹമല്ല, ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പ്രത്യേക നിർദ്ദേശം വാങ്ങി അവരെ ട്രാൻസ്ഫർ ആക്കിയതിന് ശേഷമാണ് പിന്നെ പഞ്ചായത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടായത്. ഇന്നത്തെ പൂർണ്ണ സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലമായി പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ അത്ര കേന്ദ്രീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് പിന്നെ എവിടെയെല്ലാം പോരായ്മകളുണ്ട്, ഭരണസമിതിയുടെ ശ്രദ്ധ പതിയാതെ പോയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കറപ്റ്റല്ല. ഇടതുമുന്നണി ഭരിച്ചെടുത്ത് ഏതെങ്കിലും ഒരു മെമ്പർ എന്തെങ്കിലും ഒരു 10 ഉറുപ്പ്യ കരാറുകാരെന്നോ മറ്റൊന്നോ വാങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പൂർണ്ണ വിശ്വാസിയാണ്. അപ്പം അത് UDF ഭരണകാലത്ത് നടന്നു. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ പഞ്ചായത്തിൻ്റെ സാംസ്കാരിക നിലയത്തിൽ പുസ്തകം വാങ്ങിയത്. നിങ്ങളിപ്പം കോഴിക്കോട്ട് പോയിട്ട് പുസ്തകം വാങ്ങിക്കുകയാണെങ്കിലും ഒരു നിശ്ചിത സംഖ്യക്ക് 1000-2000 അതിലപ്പുറമൊന്നുമില്ല, ഒന്നിച്ച് വാങ്ങിച്ചാൽ 33.1/3% വിലക്കുറവിനാണ് പുസ്തകം കിട്ടുക. പൊതു ആവശ്യത്തിന് പറഞ്ഞാൽ ആ നിലക്ക് കിട്ടും. ഞാൻ അടുത്ത കാലത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ. ഏരിമല ലൈബ്രറി പ്രവർത്തകൻ എന്ന നിലക്ക് അതിന് പുസ്തകം വാങ്ങിച്ച അനുഭവം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ ചാത്തോലം പഞ്ചായത്ത് പുസ്തകം വാങ്ങിയെന്ന് കേട്ടപ്പം ഈ വാർഡ് അതെ ഇപ്പം ഞാൻ നിൽക്കുന്ന വാർഡിലല്ല അത്. ശരിക്കും വാർഡിൻ്റെ അതിർത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ജെറിമാൻഡറിങ്. ജെറിമാൻഡറിങ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സൗകര്യത്തിനനുസരിച്ച് വാർഡ് ടൈലറിങ് നടത്തിയിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് അത് ഈ വാർഡിലല്ലെങ്കിലും ഈ ദേശത്താണ്, ഏരിയമല ദേശം നന്നായി പ്രവർത്തിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ, ഞാൻ സാധാരണ പറയാറുള്ളത് എനിക്ക് 2 പെൺകുട്ടികളാണ്, പക്ഷേ 3 കുട്ടികളെ നിലക്കാണ് കാണുന്നത്. അത് ആ വായനശാല തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരുപാട് ആളുകൾ പിന്നെ ജോലി നേടിയിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായി ഉയർന്നിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് അർഹതയ്ക്കുന്ന കുട്ടികൾ, ഞാനിവിടെ പറയുന്നൊരു കാര്യം, വീട്ടിൽ പണമില്ല എന്ന കാര്യം കൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട. കാരണം അത് നിങ്ങൾക്ക് ഇവിടുന്ന് എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, പഠിച്ചുയരുക, അറിവിനെ ആയുധമാക്കിയിട്ട് ജീവിതത്തിൽ നയിക്കുക. എന്തായിരുന്നാലും കൃഷിയോട് വലിയൊരു താല്പര്യം തോന്നുന്നുണ്ട്. അല്ല, അത് എൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയാൻ, എൻ്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു, കർഷക തൊഴിലാളിയും കൂടിയായിരുന്നു. പിന്നെ കൃഷിയാണല്ലോ അടിസ്ഥാന മേഖല. അതുകൊണ്ട് ടെറസിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാർഷിക മേഖലയിൽ കൂടി വളർന്നു എന്ന്. അതെ, മാർക്സിസ്റ്റ്. ഞാൻ മാർക്സിസ്റ്റുകാരനല്ല, ഞാൻ NCP കാരനാണ്. അവരും കാർഷിക മേഖലയ്ക്ക് കൂടെ തന്നെയാണ്. പഴയകാല കോൺഗ്രസ് ഒക്കെ വന്നു. പിന്നെ പിൽക്കാലത്ത് കോൺഗ്രസ് എന്ന മേൽവിലാസം മറ്റൊരു കൂട്ടർ തട്ടിക്കൊണ്ടുപോയതുകൊണ്ട് പിന്നെ ഞങ്ങൾ NCP എന്ന പേരും കൊടിയൊക്കെ മാറ്റി സ്വീകരിക്കേണ്ടി വന്നൊന്നല്ലാതെ ബേസിക്കായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. വളരെ ദുഃഖിതനുമാണ്. ഇന്ന് ആ പേര് കൊണ്ടുപോയ ആൾക്കാർ കൊണ്ടുപോയി നശിപ്പിക്കുന്ന നാട്ടിൻപുറത്ത് വരെ, നിങ്ങൾ വരുന്നത് വളരെശ്ശേരിന്നല്ലേ, അവിടെ പോലും സ്ഥാനാർത്ഥിത്വത്തിന് തല്ലായിരുന്നു. അവർക്ക് ലക്ഷ്യം ഈ സ്ഥാനങ്ങളാണ്. എനിക്ക് ലക്ഷ്യം ഈ സ്ഥാനമല്ല. ജനാധിപത്യത്തിൽ എപ്പോഴും അല്ല, സ്ഥാനമല്ല ലക്ഷ്യം. സ്ഥാനം ലക്ഷ്യം നേടുന്നതിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്. എനിക്ക് ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. അത് നയപരമായ കാര്യങ്ങളിൽ, ആശയപരമായ കാര്യങ്ങളിൽ. ഇപ്പോൾ എനിക്ക് BJP-ക്കാരായ അഭിപ്രായ വ്യത്യാസമുണ്ട്, ലീഗുകാരായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അവരൊന്നും രാഷ്ട്ര നന്മക്ക് ഉപകരിക്കുന്നതല്ല. ആ അഭിപ്രായ വ്യത്യാസം എന്നല്ലാതെ സ്ഥാനം കിട്ടാൻ ദിക്കു കൂടുക. അപ്പോൾ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ ശരിയാ. അതായത് UDF മേൽക്കൈയുള്ള വാർഡാണ്. മത്സരിക്കാൻ ചിലപ്പോൾ ആളുകൾ തയ്യാറാവില്ല. മേൽക്കൈ ഉണ്ടെങ്കിൽ മത്സരിക്കാൻ ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഒളിഞ്ഞു നോക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അതൊരു വിഷയമാക്കുന്നില്ല. എന്തായിരുന്നാലും അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടി ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരുപാട് ആശയങ്ങളിലാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ്. എല്ലാവിധ വിജയ ആശംസകളും നേരിടാൻ. താങ്ക് യു. എൻ്റെ പേര് ചന്ദ്രനാണ്. ഞാൻ ചാത്തമംഗലം പഞ്ചായത്ത് 5-ാം വാർഡിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളോട് കൂടെ BJP സ്ഥാനാർത്ഥി. എൻ്റെ പേര് ചന്ദ്രനാണ്. ഞാൻ കട്ടാങ്ങൽ 5-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. താമര ചിഹ്നത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. മുമ്പ് ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? മുമ്പ് ഞാൻ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ഇവിടെ തന്നെ പൂളക്കോട് തന്നെ ബാലസദനം, മാതൃസദനം അങ്ങനെയുള്ള ഓരോ ഇതിലൊക്കെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന നല്ല പരിചയമുള്ള ആളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ തന്നെ ഈ ഏരിയകളിലൊക്കെ തന്നെ കട്ടാങ്ങലായാലും ഇറങ്ങി പരിചയമുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണോ?
തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഈ വാർഡ് പരമ്പരാഗതമായിട്ട് UDF-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡാണ്. ഇതെല്ലാം വികസന പോരായ്മകളാണ് ജനങ്ങളോട് പറയുന്നത്. വികസന പോരായ്മകൾ അവിടെ ഒരു ഏരിയകളിൽ മാത്രം വികസനം കാണുന്നു, ചില ഏരിയകളിൽ തീരെ വികസനം ഇല്ലാത്തൊരു സ്ഥിതിയാണ് 5-ാം വാർഡിൽ നമുക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ കാണാനുള്ളത്. ഞാനിപ്പോൾ കുറച്ച് ഇറങ്ങി 2 ദിവസം ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചില ഈ വികസനമില്ലാത്ത ഏരിയകളാണ് കൂടുതൽ ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ഈ വാർഡ് പൂർണ്ണമായിട്ടുള്ള പുരോഗതി പ്രാപിച്ചിട്ടില്ലേ? ഇല്ല, തീരെ പൂർണ്ണമായിട്ട് പുരോഗതി പ്രാപിച്ചിട്ടില്ല. വെള്ളം ആയാലും വീടായാലും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളായാലും പൂർണ്ണമായിട്ട് വികസനം ഈ വാർഡിൽ ഇതേവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ 2 ദിവസം പോയ അനുഭവം എനിക്ക് പങ്കുവെക്കാനുള്ളത്. വീട് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഒരു അമ്മ പറഞ്ഞു ചെന്നപ്പോൾ വീട് ഷീറ്റിട്ട വീടാണ്, അത് എത്രയോ കാലമായി പറയുന്നത് അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ പോലും പോകാത്ത റോഡുകൾ ഇപ്പോഴും തന്നെ ആ വാർഡുകളുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. കുടിവെള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ വാർഡുകൾ. വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഈ വാർഡിൽ ചെയ്യാൻ കഴിയും? വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടിസ്ഥാന തത്വം തന്നെ വികസനം എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ മുൻകാല പരിചയം വെച്ചുകൊണ്ടും എല്ലാം തന്നെ ഞാൻ ഈ വാർഡിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കഴിയാവുന്നത് അത്ര സഹായം, വീടായാലും വെള്ളമായാലും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളായാലും നിർവഹിക്കുന്നതാണ്. അവർ ഇങ്ങോട്ട് വരാതെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു നയമായിരിക്കും എൻ്റെ അടുത്ത് നിന്നുണ്ടാവുക എന്ന് ഞാൻ പറയുന്നു. എന്തായിരുന്നാലും ഞങ്ങളോട് തുടർന്നതിന് വലിയ കടപ്പാടുകൾ അറിയിക്കുന്നു.